നിഷാദ്, മുരാരി ബാബുവിന്റെ പെരുന്നയിലെ വീട്ടിലാണ് ഇഡിയുടെ പരിശോധന നടക്കുന്നത്. രാവിലെ 7:34 ആരംഭിച്ച ഇഡിയുടെ പരിശോധന ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ രണ്ടാമത് അറസ്റ്റിലായ വ്യക്തിയാണ് മുരാരി ബാബു. ശബരിമലയിലെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവിന്റെ അനുമതിയോടുകൂടിയാണ് ഈ സ്വർണ്ണപ്പാളികൾ ചെമ്പായി രേഖപ്പെടുത്തിയതെന്ന് നേരത്തെ SIT കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തത്. അതോടൊപ്പം തന്നെ ഒന്നാം പ്രതി പോറ്റിയുമായി അടുത്ത ബന്ധം മുരാരി ബാബു പുലർത്തിയിരുന്നുവെന്നും 2019-ലും 24-ലും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ പോറ്റിക്ക് സ്വർണം പാളികൾ കൊണ്ടുപോകുന്നതിനായി അനുമതി നൽകിയതിൽ മുരാരി ബാബുവിന് നിർണായക പങ്കുണ്ടെന്നും SIT കണ്ടെത്തിയിരുന്നു. കൂടാതെ 25-ലും സമാനമായ രീതിയിൽ പോറ്റിക്ക് പാളികൾ കൈമാറുവാനുള്ള ശ്രമം മുരാരി ബാബുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയിരുന്നു. ഇതിനൊക്കെ പിന്നാലെയാണ് സംസ്ഥാന വ്യാപകമായി ED നടത്തുന്ന പരിശോധന ഇപ്പോൾ പെരുന്നയിലും നടക്കുന്നത്. പെരുന്നയിലെ മുരാരി ബാബുവിന്റെ വീട്ടിൽ നടക്കുന്ന പരിശോധന ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഈ പരിശോധനയിൽ പ്രധാനമായും നേരത്തെ മുരാരി ബാബുവിന്റെ ഈ ആഡംബര വീട് നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ SITയുടെ അന്വേഷണ പരിധിയിൽ ഉണ്ടായിരുന്നു. സംസ്ഥാന വിജിലൻസും അതോടൊപ്പം ദേവസ്വം വിജിലൻസും വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു. ഇതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ EDയും പരിശോധന നടത്തുന്നത്. മുരാരി ബാബുവിന്റെ ശമ്പളത്തിന് പുറമെയുള്ള വരുമാനം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് പ്രാഥമിക ഘട്ടത്തിൽ തന്നെ സംസ്ഥാന വിജിലൻസ് അടക്കം കണ്ടെത്തിയത്. സ്വാഭാവികമായും ആ നിലക്കുള്ള വിവരങ്ങളൊക്കെയും സംസ്ഥാന വിജിലൻസിൽ നിന്നും ED തേടും. എന്തായാലും അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുരാരി ബാബുവും നേരത്തെ മുതൽ സംശയനിഴലിലാണ്. ഇതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ EDയുടെ പരിശോധന ഇപ്പോൾ തുടരുന്നത്. എന്തായാലും പരിശോധന 3 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. നിഷാദ്, ശരി. തന്ത്രിയുടെ വീട്ടിൽ നിന്ന് ഫൈസൽ കൂടി ചേരുന്നുണ്ട്. ഫൈസൽ, അവിടെയും പരിശോധന കുറെ സമയം തുടരുകയാണോ? നിഷാദ്, ഏതായാലും EDയുടെ പരിശോധന ഇവിടെ ആരംഭിച്ചിട്ടില്ല. ED എത്തിയേക്കും എന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത്. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് SIT പ്രതി ചേർത്ത ഒരു പ്രധാനപ്പെട്ട ഒരാളാണ് തന്ത്രി കണ്ഠര് രാജീവൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം തുടങ്ങിയവ കണക്കിലെടുത്താണ് അദ്ദേഹത്തെ പ്രതി ചേർത്തത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം SIT ഇവിടെ എത്തി നിരവധി രേഖകളൊക്കെ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. സാമ്പത്തിക രേഖകളും അതുപോലെ ഫോൺ കോളുകളും മറ്റ് കാര്യങ്ങളൊക്കെ ഇവരുടെ കുടുംബത്തിന്റെ സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിശദമായ രീതിയിൽ പരിശോധിച്ച് SIT അതിന്റെ രേഖകളൊക്കെ പരിശോധിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ശബരിമല സ്വർണ്ണക്കപ്പാളി കേസിലെ ഒരു പ്രതിപട്ടികയിലുള്ളതാണ് തന്ത്രി കണ്ഠര് രാജീവൻ. അദ്ദേഹത്തിന്റെ വീട്ടിൽ റെയ്ഡ് നടത്താനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട്. ഏതായാലും അത് തള്ളിക്കളയാൻ സാധിക്കില്ല. അല്പസമയത്തിനകം തന്നെ അല്ലെങ്കിൽ ഇന്ന് ചിലപ്പോൾ റെയ്ഡ് നടക്കാനുള്ള ഒരു സാഹചര്യം നിലവിൽ ഉണ്ട്. നിഷാദ്, ശരി. ഫൈസലാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില സംഭവ വികാസങ്ങൾ, ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്ന മണിക്കൂറുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്നലെ